20, 21. ഈ രണ്ട് ആർട്ടിക്കിൾ പ്രത്യേകത എന്താ അറിയാമോ? 20 and 21. They cannot be suspended during national emergency. Formally, every fundamental right could be suspended. Now, 44th Amendment made a provision. Article 20 and 21 cannot be suspended. 20, 21 suspend ചെയ്യാൻ പറ്റില്ല. Article 20 has 3 subclauses. 20 has 3 subclauses. 1, 2, 3. Article 20 has 3 subclauses. 21, 22 and 23. ഈ മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 21, 22 and 23. ഈ മൂന്ന് ആർട്ടിക്കിളിൻ്റെ ഉദ്ദേശം, we are protected against unnecessary harassment in criminal cases. We are protected against unnecessary harassment in criminal case. Unnecessary harassment in criminal case, we are protected against this. എങ്ങനെയാണ് ഈ മൂന്ന് ലോസ്? 20, 21, 22, 23. 21 എന്ന് പറയുന്നത്, എ പേഴ്സൺ ക്യാൻ ബി 21 പറയുന്നത്, എ പേഴ്സൺ ക്യാൻ ബി പ്രോസിക്യൂട്ടർ. Sorry, a person can be punished. A person can be punished only for the violation of the law in force at that time. A person can be punished only for the violation of the law in force at that time. നമ്മളൊരു കാര്യം ചെയ്യുമ്പം അത് വയലേഷൻ ആയിരിക്കണം, അത് ഒഫൻസ് ആയിരിക്കണം, എങ്കിലേ നമ്മളെ പണിഷ് ചെയ്യാൻ പറ്റൂ. ഇന്ന് നമ്മൾ പല കാര്യം ചെയ്യുന്നു, അയാൾ ലീഗലി പെർമിറ്റഡ്. നാളെ അത് ഇല്ലീഗലാക്കിയാൽ അത് നാളെ മുതൽ എഫക്റ്റ് ഉള്ളൂ. That cannot be given retrospective effect, which ultimately means criminal law cannot be given retrospective effect. A criminal law cannot be given retrospective effect. അല്ലെങ്കിൽ എന്ത് പറ്റും? ആരെ വേണേ പണിഷ് ചെയ്യാൻ നമുക്ക്. നമ്മളിപ്പം മനസമാധാനത്തോടെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ദാറ്റ് ഈസ് ലീഗലി പെർമിറ്റഡ് ആയതുകൊണ്ടാണ്. നാളെ അതെല്ലാം ഇല്ലീഗലാക്കിയാൽ നാളെ മുതലായിക്കോട്ടെ, പക്ഷേ തലേദിവസം തൊട്ട് എഫക്റ്റീവ് ആയാൽ അത് വലിയൊരു പ്രശ്നമാണ്. ദാറ്റ് ഇസ് വൈ വി ഹാവ് എ പ്രൊവിഷൻ. അതിനൊരു ഇംഗ്ലീഷ് ഒരു ലീഗൽ ടേം ഉണ്ട്, എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറയും. എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ. എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറഞ്ഞാൽ എ ലോ ദാറ്റ് ക്യാൻ ബി ഗിവൺ റിട്രോസ്പെക്റ്റീവ് എഫക്ട്. എ ലോ ദാറ്റ് ക്യാൻ ബി ഗിവൺ റിട്രോസ്പെക്റ്റീവ് എഫക്ട് ഈസ് എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ. 21 പറയുന്നത് നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ. നോ ക്രിമിനൽ ലോ ക്യാൻ ബി ഗിവൺ റിട്രോസ്പെക്റ്റീവ് എഫക്ട്. ഒരു ക്രിമിനൽ ലോയ്ക്ക് റിട്രോസ്പെക്റ്റീവ് എഫക്ട് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യം ലീഗലാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യം ലീഗലാണെങ്കിൽ അത് ഇപ്പോൾ ഉദാഹരണം തമാശക്ക് പറയാവുന്നേ ഉള്ളൂ, മനസ്സിലാകാൻ വേണ്ടി. ഇപ്പം ക്രിക്കറ്റ് കളിക്കുക, ദാറ്റ് ഇസ് പെർഫെക്റ്റ്ലി ലീഗൽ. ഇപ്പം ഗവൺമെൻറ് തോന്നുകയാണേ നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ ക്രിക്കറ്റ് കളി കണ്ട്, ക്രിക്കറ്റ് ടി വിയിലും കണ്ട് സമയം കളയുന്നു. നാളെ നിയമം ഉണ്ടാക്കുകയാണ്, ക്രിക്കറ്റ് കളി ഇല്ലീഗലാണ്, ക്രിക്കറ്റ് കളി കാണുന്നത് ഇല്ലീഗലാണ്. അങ്ങനെ നിയമം ഉണ്ടാക്കിയാൽ നാളെ മുതലേ അത് പ്രാബല്യത്തിൽ വരത്തുള്ളൂ. അതിന് മുൻകൂർ എഫക്റ്റ് കൊടുക്കാതെ എന്ത് ചെയ്യാം? നമുക്ക് കപിൽ ദേവിനെയും സച്ചിൻ ടെണ്ടുൽക്കറെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിടാം. ദേവർ പ്ലേയിങ് ക്രിക്കറ്റ്. അത് പറ്റത്തില്ല. അവർ കളിക്കുന്ന സമയത്ത് ലീഗലാണ്. ദാറ്റ് ഇസ് വൈ വി സേ ക്രിമിനൽ ലോ കനോട്ട് ബി ഗിവൺ റിട്രോസ്പെക്റ്റീവ് എഫക്ട്. അപ്പം സിവിൽ ലോ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി ഗിവൺ റിട്രോസ്പെക്റ്റീവ് എഫക്ട്. ഇപ്പം നമുക്ക് ശമ്പളം പെർമിഷൻ വന്നാൽ എന്താ? റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആണ്. 2018 പെർമിഷൻ കൊടുക്കാം, അവിടെയൊക്കെ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവും. ക്രിമിനൽ ലോ കനോട്ട് ബി ഗിവൺ റിട്രോസ്പെക്റ്റീവ് എഫക്ട്. അതുപോലെ പണിഷ്മെന്റ്, മാക്സിമം പണിഷ്മെന്റ് പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ ഫോർ ദി ഒഫൻസ് അറ്റ് ദാറ്റ് ടൈം അലോൺ ക്യാൻ ബി ഗിവൺ. നമ്മൾ കുറ്റം ചെയ്യുമ്പോഴേ പണിഷ്മെന്റ് തരാൻ പറ്റുള്ളൂ. ഇപ്പം ഇന്ന് ഞാനൊരു കുറ്റം ചെയ്തു, അതിൻ്റെ പണിഷ്മെന്റ് 5 കൊല്ലം. നാളെ ആ കുറ്റത്തിന് പണിഷ്മെന്റ് 10 കൊല്ലം ആക്കി. ഇന്ന് ചെയ്ത കുറ്റത്തിന് 5 കൊല്ലം കൊടുക്കാൻ പറ്റുള്ളൂ. ആ എൻഹാൻസ് പണിഷ്മെന്റ് നാളെ പോലുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ. ദാറ്റ് പ്രൊട്ടക്ഷൻ ഈസ് ഗിവൺ ടു എവരിബഡി. ടാക്സ് ഇവേഷൻ ഇതുപോലെ തന്നെ വരാവുന്നതാണ്. ടാക്സ് ഇവേഷൻ അത് ഏതൊക്കെ ലോസ് ഉള്ളത്? മിക്കവാറും സിവിൽ ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ലോസ് ഒക്കെ റിട്രോസ്പെക്റ്റീവ് കൊടുക്കും. പക്ഷേ ക്രിമിനൽ ലോ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊടുക്കാൻ പാടില്ല എന്ന് പറയും. ഇപ്പോൾ ടാക്സ് തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് ടാക്സ് റിട്ടേൺസ് കൊടുക്കുന്നില്ല. റിട്ടേൺസ് കൊടുക്കുന്നില്ലെങ്കിൽ ഗവൺമെൻറ് 5000 രൂപ ഫൈൻ അടിക്കും. നാളെ ഗവൺമെൻറ് നിയമം ഉണ്ടാക്കാൻ റിട്ടേൺസ് കൊടുക്കാത്തവരെല്ലാം 1 മാസം ജയിലിടും എന്ന് പറഞ്ഞ് 2018 റിട്ടേൺസ് കൊടുക്കാത്തവരെ മുഴുവൻ ജയിലിടാന്ന് വെച്ചാൽ ദാറ്റ് ഇസ് നോട്ട് പെർമിറ്റഡ്. അപ്പം അല്ലെങ്കിൽ നമുക്ക് എന്നും തലവേദനയാണ് എപ്പോൾ നിയമം ഉണ്ടാവും എന്നുള്ളത്. ദാറ്റ് ഇസ് വൈ നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ. ഓപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. 22 പറയുന്നത് എ പേഴ്സൺ കനോട്ട് ബി പ്രോസിക്യൂട്ടഡ് ഓർ പണിഷ്ഡ് for the same offense twice. A person cannot be
prosecuted or punished for the same offense twice. ഒരേ കേസിൽ ഒരാളെ 2 പ്രാവശ്യം പ്രോസിക്യൂട്ട് ചെയ്യാം, 2 പ്രാവശ്യം പണിഷ് ചെയ്യാം. ദാറ്റ് ഇസ് നോട്ട് അലൗഡ്. എ പേഴ്സൺ നോട്ട് ബി പ്രോസിക്യൂട്ടഡ് ഓർ പണിഷ്ഡ് ഫോർ ദ സെയിം ഒഫൻസ് ട്വൈസ്. ഒരു കേസ് നടന്നു, വെറുതെ വിട്ടു ശിക്ഷിച്ചു, എന്തോ സംഭവിച്ചോട്ടെ, പിന്നെ അതേ കേസ് വീണ്ടും അതേ കോടതിയിൽ എടുക്കാൻ പാടില്ല. അപ്പീൽ വേണേൽ കൊടുക്കാം, ദാറ്റ് ഇസ് പെർമിറ്റഡ്. പക്ഷേ ഒരേ കേസിൽ രണ്ട് പ്രാവശ്യം. ഇപ്പം ഞാൻ ഒരാളെ അടിക്കുന്നു, 2018 ജാനുവരി 1 ഞാൻ ഒരാളെ അടിച്ചു, അയാൾ എനിക്കെതിരെ കേസ് കൊടുത്തു, ഇപ്പം എന്നെ വെറുതെ വിട്ടു, എന്നാൽ തന്നെ വിടുന്നില്ല. വീണ്ടും അതേ കേസ്, ആ 2018 ജാനുവരി നടന്ന കേസ് എന്ന് പറഞ്ഞ് വീണ്ടും കോടതി കേസ് കൊടുക്കാമെങ്കിൽ വീണ്ടും ഞാനിങ്ങനെ കോടതി കയറി ഇറങ്ങി നടക്കണം. അതാണ് ഒരു കേസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എൻഡ് ഓഫ് ദി സ്റ്റോറി. പിന്നെ അത് വിട്ടാലും കേസ് എടുത്താലും പിന്നെ അത് അല്ലെങ്കിൽ ന്യൂ എവിഡൻസ് ആർ ദെയർ, ഇറ്റ് ക്യാൻ ബി റീ ഓപ്പൺ. ഇപ്പോൾ ഒരാൾ കൊലക്കേസ് പ്രതിയാണ്, വെറുതെ വിട്ട് കഴിഞ്ഞിട്ടാണ് പോലീസിന് എവിഡൻസ് കിട്ടുന്നു, ഇയാൾ കുറ്റം ചെയ്ത ക്ലിയർ എവിഡൻസ് കിട്ടി, കോടതിയുടെ പെർമിഷനോടെ റീ ഓപ്പൺ ചെയ്യാം. ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്ന മറ്റേ ഒരു കേസിലെ പ്രതികളെ വിട്ടല്ലേ, വാളയാറും 2 പേരെ വെറുതെ വിട്ടില്ലേ, റേപ്പ് കേസിലോ മറ്റോ ഉണ്ട്. വെറുതെ വിട്ടെന്ന് പറഞ്ഞ് വീണ്ടും നമുക്ക് കേസ് എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പുതിയ എവിഡൻസ് വേണം, അല്ലെങ്കിൽ പെർമനന്റ് ഹറാസ്മെന്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ചെക്ക് കേസ് എന്ന് പറയുമല്ലോ, ഒരു ചെക്ക് കൊടുത്ത് ചെക്ക് ബൗൺസ് ചെയ്ത് നമ്മുടെ പേര് കേസായി, ആ ചെക്ക് കേസ് നമ്മളെ വെറുതെ വിട്ടു, ആ ചെക്ക് വെച്ച് വീണ്ടും കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ആ കേസ് തീരുമാനിച്ചു കഴിഞ്ഞാണ്. അതാണ് അതിന് ഇംഗ്ലീഷ് വേർഡ് എളുപ്പത്തിൽ നമ്മൾ പറയും, എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ പോലെ അതിന് പറയുന്നൊരു ടേം ഉണ്ട്, നോ ഡബിൾ ജപ്പാടി. നോ ഡബിൾ ജപ്പാടി, നോ ഡബിൾ ജപ്പാടി. നോ ഡബിൾ ജപ്പാടി മീൻസ് നോ ഡബിൾ ഡേഞ്ചർ. 2 ഡേഞ്ചർ പറ്റത്തില്ല, ഒറ്റ ഡേഞ്ചറെ പറ്റുള്ളൂ, നോ ഡബിൾ ഡേഞ്ചർ. അത് എളുപ്പത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർ. ചിലപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കും, ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും, വിച്ച് ടേം ഈസ് ദർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, വിച്ച് ടേം ഈസ്. ഡബിൾ ജപ്പാടി എന്നൊരു ടേം ഇല്ല, ഇതുമില്ല. വാട്ട് ഇസ് അതർ വൺ? എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ, അത് നമ്മൾ എളുപ്പത്തിന് പറയുന്നതാണ്. നോ പേഴ്സൺ ക്യാൻ ബി പ്രോസിക്യൂട്ടഡ് ഫോർ ദ സെയിം ഒഫൻസ് ട്വൈസ് എന്നുള്ളത് എളുപ്പത്തിനാണ് നോ ഡബിൾ ജപ്പാടി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് 22. ദാറ്റ്സ് എ പ്രൊട്ടക്ഷൻ. 20 subsection 3. Nobody can be compelled to give evidence against himself. A person cannot be compelled to give evidence against himself. അത് നമ്മൾ എളുപ്പത്തിന് പറയുന്നത് സെൽഫ് ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ്. യു കനോട്ട് ബി ആസ്ക്ഡ് ടു ഗിവ് സെൽഫ് ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ്. നമ്മളെ പ്രതിയാക്കുന്ന തെളിവ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റൈറ്റ് ടു സൈലൻസ് ഉണ്ട്. യു ക്യാൻ റിമെയിൻ സൈലന്റ്, യു നീഡ് നോട്ട് സേ എനിത്തിങ് അറ്റ് ഓൾ. ആൻഡ് ലെറ്റ് ദ പോലീസ് പ്രൂവ്, ലെറ്റ് ദ പ്രോസിക്യൂഷൻ പ്രൂവ് ദാറ്റ് യു ആർ കമ്മിറ്റ് ഒഫൻസ്. അല്ലെങ്കിൽ എന്ത് പറ്റും? ഒരാളെ നമ്മൾ കൊന്നു, വെപ്പൺ കിട്ടുന്നില്ല, വെപ്പൺ കിട്ടി തെളിയിക്കണം, നമ്മുടെ ആണ് വെപ്പൺ തെളിയിക്കണം, നമ്മൾ അത് കണ്ടുകിട്ടിയാൽ ബ്ലഡ് സ്റ്റെയിൻസ് കിട്ടും, അതുകൊണ്ട് കൊന്നാണ്. പോലീസിന് എത്ര അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല. നമുക്കൊരു ബാധ്യതയില്ല. നമ്മൾ ഈ തെളിവ് നമ്മൾ പറയുകയാണ്, ഞാൻ ആ കത്തി കൊണ്ട് കൊന്നു, ആ കത്തി ഇന്ന വീട്ടിലെ കുളത്തിലുണ്ട്, നമ്മൾ പറയുന്നു. ഉടനെ അവർ പോയി കുളത്തിൽ നിന്ന് എടുക്കുന്നു, നമുക്ക് തെളിവുണ്ടാക്കുന്നു. നമുക്കത് പറയേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പം ചിലപ്പം പോലീസ് മർദ്ദിക്കായിരിക്കും, എന്നാലും യു ഹാവ് എ റൈറ്റ് ടു ബീൻ സൈലന്റ്. കോടതിയിലും പറയണമെന്നില്ല. കോടതിയിൽ കുറ്റം ചെയ്തില്ല എന്നേ എല്ലാവരും പറയത്തുള്ളൂ. ആര് കുറ്റം ചെയ്തെന്ന് നോക്കും ഇത് പറയാറില്ല. നോർമലി എവരി വിൽ സേ നോട്ട് ഗിൽറ്റി. കസമാണെങ്കിലും പറയും നോട്ട് ഗിൽറ്റി. ഇപ്പം ഏതെങ്കിലും കേസിലെ പ്രതി കുറ്റം സമ്മതിക്കുന്നുണ്ടോ? നമ്മൾ എത്ര പേര് രാഷ്ട്രീയക്കാരാണ്, കറപ്ഷൻ കേസാവും, ആരെങ്കിലും പറയുന്നുണ്ടോ ഈ കുറ്റം ചെയ്തു? ആരൊക്കെ കുറ്റം ചെയ്തു. ഇപ്പം ദിലീപിൻ്റെ കേസ് ദിലീപ് പറയും ഞാൻ കുറ്റം ചെയ്തില്ല. പൾസസിന് ആരെ കുറ്റം ചെയ്തില്ല നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എവരി വൺ സേ നോട്ട് ഗിൽറ്റി. അത് പിന്നെ പോലീസ് പ്രൂവ് ചെയ്യണം, പ്രോസിക്യൂഷൻ. Nobody can be compelled to give evidence against. That is called self-incriminating evidence. ആരോടും കൊടുക്കാൻ പാടില്ല. അപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കേസ് കേരളത്തിലുണ്ടായി. ദാറ്റ് ഇസ് കോൾഡ് അഭയ കേസ് എന്ന് പറയും. അഭയ കേസ്. അഭയ കേസിൽ 2 പ്രീസ്റ്റും ഒരു നണ്ണും അറസ്റ്റ് ചെയ്യപ്പെട്ടു. They were subjected to narco analysis test. ഒരു ടെസ്റ്റ് ഉണ്ട്, നാർക്കോ അനാലിസിസ് ടെസ്റ്റ്. That is a test called narco analysis test. നാർക്കോ അനാലിസിസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ a serum is injected into the body, then you will be in a subconscious state. ഇങ്ങനെ അബോധാവസ്ഥ കിടക്കുന്നു. ഏത് ചോദ്യം ചോദിച്ചാലും എല്ലാ സത്യം പറയും. അപ്പോൾ ഹാർഡ് ആൻഡ് ക്രിമിനലാണ്. എത്ര അടിച്ചിട്ടും പിടിച്ചിട്ടും അയാൾ ഒരു ആൻസറും പറയുന്നില്ല. ഇനി പിന്നെ അയാളിൽ നിന്ന് മാർഗം കിട്ടും, ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അയാളെ ഇഞ്ചെക്ട് ചെയ്ത് ഒരു പകുതി കോൺഷ്യസ് ആക്കുക, എന്നിട്ട് ചോദിക്കുക. എല്ലാം കിളി പോലെ അയാൾ പറയും യെസ്
ഞാൻ കത്തി ഉപയോഗിച്ച് ആ കത്തി ഇന്ന വീട്ടിലെ കുളത്തിൽ കിടപ്പോട്ട് എല്ലാവരും അയാൾ പറയും. അപ്പം ഇവരെ നാർക്കോട്ടിക്സ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് ഒരു കേസുണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ. ആ കേസിൻ്റെ പേര് സെൽവി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്നാണ്. ഒരു കേസുണ്ടായിരുന്നു, സെൽവി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക. ഐ തിങ്ക് 2010 വിധി വരുന്നത്, സെൽവി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക. നേരത്തെ പറഞ്ഞ പോലെ മലയാളി കണക്ഷൻ, ചീഫ് ജസ്റ്റിസ് അറ്റ് ദ ടൈം വാസ് KG ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ബെഞ്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻ്റ് തന്നു. നോബഡി ക്യാൻ ബി സബ്ജക്റ്റഡ് ടു നാർക്കോ അനാലിസിസ് ടെസ്റ്റ് വിത്തൗട്ട് ഹിസ് കൺസെൻറ്റ്. അയാളുടെ സമ്മതമില്ലാതെ ആ ടെസ്റ്റ് നടത്താൻ പാടില്ല. നോബഡി ക്യാൻ ബി സബ്ജക്റ്റഡ് ടു ദിസ് ടെസ്റ്റ് വിത്തൗട്ട് ഹിസ് കൺസെൻറ്റ്. ഫോഴ്സ്ഫുള്ളായി ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ 23 എതിരാണ്. 23 പറയുന്നത് നോബഡി ക്യാൻ ബി കമ്പൽഡ് എവിഡൻസ് അഗൈൻസ്റ്റ് ഹിംസെൽഫ്. സോ കണ്ടക്ടിങ് നാർക്കോട്ടിക്സ് ടെസ്റ്റ് ഓൺ എ പേഴ്സൺ ഈസ് അഗൈൻസ്റ്റ് ആർട്ടിക്കിൾ 23. നമുക്കെതിരെ നമ്മൾ തെളിവ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇപ്പോഴത്തെ ഈ റൂട്ട് പ്രകാരം ആരെങ്കിലും ഈ ടെസ്റ്റ് നടത്തണമെങ്കിൽ അയാൾ സമ്മതിക്കണം. അപ്പോൾ സാറിന് ക്രിമിനൽസ് ആരും സമ്മതിച്ചില്ല എന്നുകൊണ്ട് അയാൾ കുറ്റക്കാരാണെന്ന് പറയാനും പറ്റത്തില്ല. ഇപ്പോൾ ഒരാൾ പറയുകയാണ് എന്നെ ഈ ടെസ്റ്റ് സംഭവമല്ല, ആ ടെസ്റ്റ് അയാൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടൊരു ഇൻഫറൻസ് അയാൾ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റത്തില്ല. അയാൾക്കൊരു ഗ്രൗണ്ട് ഉണ്ട്, മെഡിക്കൽ ഗ്രൗണ്ട്. ഈ സെറത്തിന് പറയുന്നത് സോഡിയം പെൻറ്റാത്തോൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ മരുന്നിൻ്റെ പേര്. അതിന് വേറെ പേരുണ്ട്, ട്രൂത്ത് സെറം എന്ന് പറയും. ട്രൂത്ത് സെറം എന്നാണ് ഈ സത്യം പറയുന്ന സെറമാണത്. അത് ഇഞ്ചെക്ട് ചെയ്താൽ സത്യം പറയും, സബ് കോൺഷ്യസ് സ്റ്റേറ്റ് ആണ്. അവൻ ഒരാൾ സമ്മതിക്കുന്നില്ല, അയാൾക്ക് പറയാം ഈ ട്രൂത്ത് സെറം ഇഞ്ചെക്ട് ചെയ്താൽ ചിലപ്പോൾ ഹാർട്ടിന് അസുഖമുള്ളവർക്ക് സിറ്റുവേഷൻ മേ അഗ്രവേറ്റ്, ചിലപ്പോൾ ഹാർട്ടിയൊക്കെ അറസ്റ്റ് വരെ ഉണ്ടാകും. അപ്പോൾ അയാൾ പറയാണ് എനിക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അയാൾ കുറ്റം ചെയ്താലെന്ന് പറയാൻ പറ്റത്തില്ല. അയാളുടെ മെഡിക്കൽ ഗ്രൗണ്ടിലേക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറയാം. അങ്ങനെ ആരെങ്കിലും സംഭവിക്കുമോ? വിൽ എനിബഡി ഗിവ് കൺസെൻറ്റ്? ആരും ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. ആരും സമ്മതിക്കത്തില്ലേ ടെസ്റ്റ് ചെയ്യാൻ? ഇപ്പം എന്നെ അൺനെസറി ആയിട്ടൊരു കേസിൽ പ്രതിയാക്കി. ടു പ്രൂവ് മൈ ഇന്നസെൻസ് വേണം ഞാൻ പറയും ദിസ് ടെസ്റ്റ് മേ ബി കണ്ടക്റ്റഡ് സോ ദാറ്റ് ഐ ക്യാൻ പ്രൂവ് മൈ ഇന്നസെൻസ്. അപ്പോൾ അങ്ങനെയുള്ളവർ വേണമെങ്കിൽ പറയും എന്നെ ഈ ടെസ്റ്റ് ചെയ്തോളാം പറയാം. അല്ലെങ്കിൽ സാധാരണ ആരും സമ്മതിക്കത്തില്ല ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം പക്ഷേ ടെററിസ്റ്റൊക്കെ ആണെങ്കിൽ ടെസ്റ്റ് ചെയ്യാം വിത്തൗട്ട് പെർമിഷൻ. അപ്പോൾ സുപ്രീം കോടതി പറയുന്നത് ദിസ് ടെസ്റ്റ് ക്യാൻ ബി കണ്ടക്ടഡ് ഓൺലി വിത്ത് ദ കൺസെന്റ് ഓഫ് ദ പേഴ്സൺ ബിക്കോസ് നോബഡി ക്യാൻ ബി കമ്പൽഡ് ടു ഗിവ് എവിഡൻസ് അഗൈൻസ്റ്റ് ഹിംസെൽഫ്. സെൽഫ് ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ് ആരും കൊടുക്കണ്ട. ഇനി ടെസ്റ്റ് നടത്തിയാലും കോടതി അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇയാൾ പറയുന്ന തെളിവ് കൊണ്ട് കോടതി കൊടുത്താൽ കോടതി എടുക്കത്തില്ല. ഇയാൾ ഈ ടെസ്റ്റ് ഇഞ്ചക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇന്നൊക്കെ പറഞ്ഞു, അത് കോടതി എടുക്കത്തില്ല. എന്നുവെച്ചാൽ കോടതി പറയുന്നത് തെളിവ് കൊടുക്കുന്ന ആൾ പൂർണ്ണ ബോധത്തിലായിരിക്കണം, അല്ലാതെ അബോധാവസ്ഥയിലാണ് തെളിവ് കൊടുത്താൽ കോടതി എടുക്കത്തില്ല. പക്ഷേ പോലീസിന് അത് ഉപയോഗിക്കാം. ഒരുത്തരോട് ചോദിക്കുകയാണ് എവിടെ കത്തി, അയാൾ ഇന്ന വീട്ടിലുള്ള കിണറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ അതിപ്പോൾ എടുത്തിട്ട് അവർക്ക്, അപ്പം പോലീസിന് അത് എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാം, പക്ഷേ കോടതി അത് എടുക്കത്തില്ല. അപ്പോൾ 21, 22, 23. പക്ഷേ ചില ടെസ്റ്റ് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. ഇപ്പം DNA ടെസ്റ്റ് നടത്തണം ടു നോ ദ പെറ്റേണിറ്റി ഓഫ് എ ചൈൽഡ്. ഒരു കുട്ടി പറയാണ് ഇയാൾ എൻ്റെ അച്ഛൻ പറയാണ് അല്ല എന്ന് പറയുന്നു. ഇനി ആകെ ഉള്ളത് ഒരു DNA ടെസ്റ്റ് നടത്തുക. അത് സെൽഫ് ഇൻക്രിമിനേറ്റിംഗ് പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഈ കുട്ടിയുടെ അച്ഛനാണെന്ന് അറിയാൻ മാത്രമാണ്. അതിന് ബ്ലഡ് കൊടുത്തേ പറ്റുള്ളൂ. അതുപോലെ സ്പെസിഫിൻ സിഗ്നേച്ചർ അല്ലെ ഹാൻഡ് റൈറ്റിംഗ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ചെക്ക് കേസ് നമ്മൾ പറയുന്ന മെയിൻ ആർഗ്യുമെൻ്റ് ചെക്ക് ഞാൻ ഒപ്പിട്ടതല്ല, എൻ്റെ ചെക്ക് ലീഫ് ആരോ അടിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ അവർക്ക് വേണേൽ പറയാം നമ്മൾ സ്പെസിഫിക് സിഗ്നേച്ചർ കൊടുക്കട്ടെ, ഫോറൻസിക് ലാബിൽ കൊണ്ടുപോയിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ തന്നെ ഒപ്പിട്ടാണോ അല്ലെ നമ്മൾ എഴുതിയാണോ എന്ന് അറിയാനായിട്ട് നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് ഫോറൻസിക് ലാബ് അത് കോപ്പറേറ്റ് ചെയ്യണം. പക്ഷേ ഈ ടെസ്റ്റ് ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് ടെസ്റ്റ് cannot be conducted on a person without the consent of that person. So 21, 22 and 23 protects us against unnecessary harassment in criminal cases, and that is very important. That is why even during the period of national emergency Article 20 cannot be suspended. No double jeopardy case വരുന്നേ ഒരേ കുറ്റം രണ്ടു തവണ ശിക്ഷിക്കാൻ പാടില്ല. അപ്പോൾ സപ്പോസ് ഞാൻ ഇപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ എന്നെ പോലീസിനെ പിടിച്ചു, ഇനി ഞാൻ വൈകുന്നേരം പിന്നെ ഹെൽമെറ്റ് ഇല്ലാതെ നടന്നു കഴിഞ്ഞാലോ? അതെ, അതിൽ ഡേറ്റ് സമയം എഴുതും. ആ 2 ഒഫൻസാണ്. രാവിലെ ചെയ്ത ഒഫൻസ് ഒന്ന്, വൈകിട്ട് ചെയ്ത ഒഫൻസ് വേറെയാണ്. നമ്മൾ പിടിക്കുന്ന സമയത്ത് ഒഫൻസാണ്. അതെ ആയിക്കോട്ടെ, നമ്മളൊരു കാര്യം ചെയ്തു, അത് ആ ചെയ്യുന്ന സമയത്ത് ഒരു ഒഫൻസ്, വേറെ സമയം ചെയ്ത് അതും ഒരു ഒഫൻസാണ്. അല്ല അത് ഇല്ലില്ല, ആ പർട്ടിക്കുലർ ഒഫൻസ് 2 കേസില്ലാന്നേ ഉള്ളൂ. ആ പർട്ടിക്കുലർ ഒഫൻസ് ഞാനിപ്പോൾ സ്റ്റാച്യു എന്നെ നാഷണൽ ക്ലബിന് പ്രസിഡന്റ് പ്രസ് ക്ലബിന് മുമ്പ് വെച്ച് ഹെൽമെറ്റ് ഇല്ലാതെ പിടിച്ചു ഇന്ന ദിവസം,
അതിന് ഞാൻ ശിക്ഷ അടച്ചു. അതേ സമയത്ത് വേറെ സ്ഥലത്ത് വെച്ച് വേറെ പിടിച്ചാൽ അത്. ഇപ്പം എന്നെ ഒരാൾ അടിക്കുന്നു, ഇവിടെ വെച്ച് അടിച്ചു, അതിനൊരു കേസ്. അത് കഴിഞ്ഞ് വൈകിട്ട് ആൾ എന്നെ വീട്ടിൽ വന്ന് അടിച്ചാൽ അതിന് വേറൊരു കേസാണ്. അല്ലാതെ എന്ത് പറ്റും? ഒരടി കഴിഞ്ഞ് അപ്പോൾ അയക്ക് വിചാരിക്കും ഇനിയിപ്പോൾ 2-3 അടി കൊടുത്താലും കുഴപ്പമില്ല. അത് പറ്റത്തില്ല. നോ ഡബിൾ ജപ്പാണി എന്ന് വെച്ചാൽ ഒറ്റ ഒരു ഇതേ ഉള്ളൂ. റിപ്പീറ്റ് ഒഫൻസിന് ഇതുപോലെ പണിഷ്മെൻറ്റ് വരും. ഡബിൾ ജപ്പാടിയിൽ വേർന്നുകൊണ്ട് അപ്പീൽ കൊടുക്കുക. അതേ കേസ് വീണ്ടും ഫയൽ ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ. അപ്പീൽ ക്യാൻ ബി നാച്ചുറലി ഫൈൻ. ഈ എന്തുകൊണ്ടാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ ചെക്ക് കേസാണ്. സിവിലുമാണ്. എടുക്കുകയാണ് റെസ്റ്റ് ജുഡിക്കേറ്റ എന്ന് പറയും. കേസ് ഡിസൈഡ് ചെയ്ത പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ കേസ് സ്ഥിരം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മദ്രാസിൽ നിന്നൊരു ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തിൽ വരുന്നു. മദ്രാസിൽ നിന്നൊരു ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തിൽ വരുന്നു. അതിനകത്ത് വെച്ചാണ് ഒരു ഒഫൻസ് നടത്തും. കേസ് മദ്രാസിൽ ഫയൽ ചെയ്യാം, ട്രിവാൻഡ്രത്ത് ഫയൽ ചെയ്യാം. മദ്രാസിൽ ഫയൽ ചെയ്തു, വെറുതെ വിട്ടു. എന്നാൽ തന്നെ വെറുതെ വിടത്തില്ല. ആ കേസ് ഇവിടെ ഫയൽ ചെയ്യാലോ. ഇവിടെ കേസ് ഫയൽ ചെയ്താൽ ആ വക്കീലിന് അറിയിക്കുക ഇത് ഓൾറെഡി ഡിസൈഡ് ആണ്. അപ്പോൾ ഡിസൈഡ് കേസിൽ പിന്നെയും കേസ് എടുക്കാൻ പറ്റില്ല. അപ്പീൽ കൊടുക്കാൻ കുഴപ്പമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ജന്മനം മുഴുവനും കോടതി ഇറങ്ങി നടക്കണം. അതാണ് ഇപ്പം ചെക്ക് കേസ്. ഒരു ചെക്ക് ബൗൺസ് ചെയ്ത കേസ് വെറുതെ വിട്ടു. അടുത്ത ചെക്ക് കേസ് ഉണ്ടെങ്കിൽ അടുത്ത ചെക്ക് നമ്പർ 101 ചെക്ക് നമ്മളെ വെറുതെ വിട്ടു. 102 ചെക്ക് ഉണ്ടെങ്കിൽ വേറെ കേസ് എടുക്കാം. അല്ല, ഉള്ള തെളിവെടുപ്പൊന്നുമില്ലല്ലോ, ഓൾറെഡി ആർഗ്യം. അത് പക്ഷേ നമ്മുടെ റൈറ്റ് അല്ലേ. ഒരു ലോവർ കോർട്ട് നമ്മളെ പണിഷ് ചെയ്തു, നമുക്കൊരു റൈറ്റാണ് അപ്പീൽ പോകാന്നുള്ളത്. അത് നമ്മുടെ ഒരു റൈറ്റാണ്, നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. ഇപ്പോൾ താഴ്ന്ന കോടതി ശിക്ഷിച്ചു. ഇപ്പോൾ ഗോവിന്ദസ്വാമി താഴ്ന്ന കോടതി ശിക്ഷിച്ച് അപ്പീൽ പോയപ്പോൾ എന്തുവാണ്? രക്ഷപ്പെട്ടില്ലേ, ജയപര്യന്തമാക്കി മാറ്റി. അപ്പോൾ അതൊരു പ്രൊട്ടക്ഷനാണ്. അപ്പീൽ കൊടുക്കാവുന്ന ഒരു റൈറ്റാണ്. അത് ഈ ഡബിൾ ജപ്പാടി വരുന്നതല്ല. അവിടെ പലപ്പോഴും ഗുണമാണുള്ള പല കേസും അപ്പീൽ പോകുമ്പോൾ വെറുതെ പോവുകയോ ശിക്ഷ കുറഞ്ഞ് കിട്ടുകയോ. അതുകൊണ്ട് അത് കുഴപ്പമില്ല. ദാറ്റ് വിൽ നോട്ട് കം അണ്ടർ ഡബിൾ. ദാറ്റ്സ് എ റൈറ്റ് ഗിവൺ ടു അസ്. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റുഡൻസിനെ എക്സ്പെൽ ചെയ്യാൻ ഹൈക്കോടതി പറഞ്ഞു, സുപ്രീം കോടതി ചെയ്തപ്പം എക്സ്പെൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നമുക്ക് ചിലപ്പോൾ ഡിസിഷൻ ചിലപ്പോൾ ഉയർന്ന കോടതി ജഡ്ജിമാർ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആണ്. അവർ കുറച്ചുകൂടെ നന്നായിട്ട് പിന്നെ അടുത്ത കേസ് എടുക്കേണ്ടി വരും ചിലപ്പോൾ. അതെ, ലൈസൻസ് ഇല്ലാതെ പോകുന്ന വണ്ടി, ഇൻഷുറൻസ് ഇല്ല, ഇതെല്ലാം ഈ കേസ് വരും. അത് എന്തായാലും നമ്മൾ സാധാരണ ഇത് ഉദ്ദേശിക്കുന്ന വലിയ ക്രിമിനൽ കേസിലാണ് ഈ പ്രൊട്ടക്ഷൻ. അൺനെസറി ഹറാസ്മെൻറ്റ് ക്രിമിനൽ ആണെങ്കിൽ പോലും ഈ മസ്റ്റ് ബി ഗിവൺ പ്രൊട്ടക്ഷൻ അൺനെസറി. അല്ലാതെ ഇപ്പം ശിക്ഷ കൂട്ടുമ്പോൾ ആ ശിക്ഷയെല്ലാം പഴയ ആൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പണിഷ്മെൻറ്റാണ്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ കോപ്പി അടിക്കും. എന്താ കോപ്പി അടിക്കുന്നത്? കോപ്പി അടിച്ചാൽ കൂടി വന്നാൽ 3 പ്രാവശ്യം ഡീബാർ ചെയ്യും. എന്തും പറഞ്ഞ് കോപ്പി അടിച്ചു, നാളെ നിയമം ഉണ്ടാകണം. കോപ്പി അടിച്ചവരെല്ലാം 6 മാസം ജയിലിൽ പോകണം. മുമ്പേ കോപ്പി അടിച്ചവരെല്ലാം ജയിലിൽ പോകണമെന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെല്ലാം ജയിലിൽ പോകത്തില്ലേ? അങ്ങനെ ഹറാസ്മെൻറ്റ് പറ്റത്തില്ല. അതുകൊണ്ടാണ് 20 gives us a lot of protection. ഇത് മെയിനും ക്രിമിനൽ കേസിൽ നിന്നാണ് പ്രൊട്ടക്ഷൻ കൂടുതൽ ആവശ്യം. ദാറ്റ് വൈ 20. നെക്സ്റ്റ് വൺ ഈസ് 21.